വയനാട് ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂചിപ്പാറ വാട്ടർഫാൾസ്. അതിൻ്റെ എൻട്രൻസിലാണ് നമ്മളുള്ളത്. ടിക്കറ്റ് റേറ്റ് ഇതാ ഈ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമ്മൾ പോവുകയാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം. എൻട്രൻസിന് മുമ്പിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയ ആണ്. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ആ റോഡിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. കൽപ്പറ്റയിൽ നിന്ന് 10-20ഓളം കിലോമീറ്റർ ദൂരെയാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. 900 കണ്ടിയും ഇതിനടുത്ത് തന്നെയാണ്. ഒരു 4 കിലോമീറ്റർ ദൂരത്തിലാണ് 900 കണ്ടി എന്ന് പറയുന്ന പ്രസിദ്ധമായ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രം. നമ്മൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഡ്രസ്സൊക്കെ അതുപോലെ കുളിക്കാൻ സൗകര്യത്തിന് ധരിച്ചിട്ട് പോകണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും തയ്യാറായി വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും സൂചിപ്പാറ. ഇത് കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിലാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ല, സൂചിപ്പാറ ഇക്കോ ടൂറിസം. 500 പേർക്ക് മാത്രമാണ് ഒരു ദിവസം ഇതിനകത്തേക്ക് പ്രവേശനമുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് വനം വകുപ്പ് പറയുന്നുണ്ട്. വാണിംഗ് ബോർഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചെക്കിംഗ് കൗണ്ടറാണ്. ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ട് വിടുകയുള്ളൂ. ചെക്കിംഗ് സെൻ്ററാണ്. അവിടെ നിന്ന് നമ്മുടെ ദേഹപരിശോധനയ്ക്ക് ശേഷം മാത്രമേ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് കടത്തി വിടുള്ളൂ. ബാഗ് തുടങ്ങിയവ ഇവിടെ അനുവദിക്കുന്നതല്ല. ഇനി അങ്ങോട്ട് മൺ റോഡാണ്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തതിനാൽ നല്ല സുന്ദരമായിട്ടുള്ള വൃത്തിയുള്ള സ്ഥലമാണ്. മഴവെള്ളത്തിൽ ആ വൃത്തികടലിൽ ഒലിച്ചു പോയി എന്നാണ് തോന്നുന്നത്. പൊടിയൊന്നുമില്ല. യെസ്, ഇതാ നമ്മൾ ഒരു നടപ്പാതയിലൂടെ പോവുകയാണ്. ഇപ്പോൾ മനോഹരമായിട്ട് കല്ലുകൾ കൊണ്ട് പാകി മിനുക്കിയ ഒരു സ്ഥലമാണ്. ചെങ്കുത്തായ ഇറക്കാണ്. കല്ലുകൾ പാകി അടുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് നടന്നു പോകാൻ വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കൂടാതെ ഇന്ന് നല്ലൊരു മഴ മൂടുമുണ്ട്. നല്ല കാലാവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇടതും വലതുമായിട്ട് കൊക്കയാണ്. പക്ഷേ അതിലൂടെ ആയിരിക്കാം ഈ പുഴ കടന്നു പോകുന്നത്. ഇതിലേതോ ഇടതോ വലതോ ആയിട്ടുള്ള ഇത് ഇടത്തുകൂടി വേണം. ഇപ്പം അത് വ്യക്തമല്ല, കുറച്ച് കഴിയുമ്പോൾ വ്യക്തമാവും. ആദ്യത്തെ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒരു സൂചി പോലെ കിടക്കുന്നൊരു പാറ കാണും. അതായിരിക്കാം ചിലപ്പോൾ ഈ സ്ഥലത്തിന് സൂചിപ്പാറ എന്ന് വരാൻ കാരണം. എന്തൊരു അഗാധമായിട്ടുള്ള കൊക്കയാണെന്നറിയാം. ഇതൊരു മാവ് മറത്തിട്ട് കാണുന്നില്ല. താഴോട്ട് വലിയ കുഴിയാണ്. അപ്പോൾ ഒരു ഭീകരമായ കാഴ്ചയാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് ഈ സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി താഴോട്ട് സ്റ്റെപ്പുകളാണ്. ഇടതും വലതു ഭാഗത്തു നിന്നും വലിയ വെള്ളം ഒഴുക്കിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടുന്ന് താഴോട്ട് 1-2 ആളുകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്റ്റെപ്പ്. ചെറുതായി കാഴ്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യക്കൂട്ടം മുന്നിൽ ഉണ്ട്. വല്ലാത്ത ആവേശത്തിലാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം കുറച്ച് ദൂരെ നിന്നും ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഭീകരമായിട്ടുള്ള കാഴ്ച അതിന് താഴെയാണ്. എന്തൊരു വലിയൊരു താഴ്വരയാണ്. ഇതിലൂടെയാണ് ആ പുഴ ഒഴുകുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിലേക്ക് എത്തുകയാണ്. വെള്ളച്ചാട്ടം ദൃശ്യമായി തുടങ്ങി. ഇനി നമുക്ക് അടുത്ത് നിന്ന് വെള്ളച്ചാട്ടം കാണാം. കൂറ്റൻ പാറയിടുക്കിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് ഇതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സീനായിട്ട് മാറും. ഈ പാറയിടുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഒരു വന്യമായ ഒരു സർപ്പ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു കാഴ്ചയാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കുളിക്കാം. താഴെ ഒരുപാട് ആളുകൾ കുളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. വളരെ സുന്ദരമായ കാഴ്ചയാണ്. മുകളിൽ നിന്ന് വലിയ
എന്താണ് നല്ല മഴക്കാലത്ത് വലിയൊരു വെള്ളച്ചാട്ടമായിരിക്കും ഇത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇതിലൊരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശ്യമായിട്ടുള്ളൊരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനാവാത്തത്. എന്തായാലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. അത്ര വലുതല്ലെങ്കിലും സൂചിപ്പാറ വെള്ളച്ചാട്ടവും വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ സൂചിപ്പാറ എന്ന് പറയുന്ന പാറയാണിത്. ഒരുപക്ഷെ ഇതിന് താഴോട്ട് ഈ കുന്നുകളൊക്കെ ഈ സൂചി പോലെ മുകളിലോട്ടുള്ളതുകൊണ്ടായിരിക്കും അതിൻ്റെ പേരങ്ങനെ വന്നത്, സൂചിപ്പാറ എന്ന്. ഇതിൻ്റെ വലിയൊരു ഭീകരമായിട്ടുള്ളൊരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ ഈ പാറയെടുക്കൾക്കിടയിൽ ഒരുപാട് മനുഷ്യരുടെ ചേതനയേറ്റ ശരീരങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എയർലിഫ്റ്റ് ചെയ്തിട്ട് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ അവരുടെ ബോഡി ഇവിടെ നിന്നും പൊക്കിക്കൊണ്ടുപോയത് ഒരുപക്ഷെ നിങ്ങൾ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ടാവും. ഈ പാറയിടയിൽ ഒരുപാട് പേരുടെ ശരീരമാണ് കുടുങ്ങിക്കിടന്നത്. അതൊരു ഭീകരമായിട്ടുള്ള, കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൻ്റെ ഭീകരമായിട്ടുള്ള ഒരു ഓർമ്മ കൂടിയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം. ഇന്ന് ഏപ്രിൽ മാസം 17-ാം തീയതിയാണ് ഇത് പകർത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് പെയ്യുന്ന, വൈകുന്നേരങ്ങളിൽ മാത്രം പെയ്യുന്ന മഴ, അതാണ് ഈ വെള്ളച്ചാട്ടത്തെ തിരികെ കൊണ്ടുവന്നത്. അതല്ല എങ്കിൽ ഈ വെള്ളച്ചാട്ടം ഒരുപക്ഷെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്രദേശമായിട്ട് മാറിയേനെ. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച സമ്മാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വേനൽ മഴയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാവരും വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. താഴെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും മുകളിലോട്ട് മനോഹരമായ കാഴ്ച. അങ്ങ് മുകളിൽ നിന്നൊരു 10-50 മീറ്റർ മുകളിൽ നിന്നും വെള്ളം ഇങ്ങനെ താഴോട്ട് വരികയാണ്. ഇതിനകത്ത് കുളിക്കുന്നതിന് യാതൊരു പേടിയും വേണ്ട. കാര്യം അത്ര ആഴത്തിലുള്ള കുഴിയൊന്നും ഇവിടെയില്ല. വെള്ളം ഇങ്ങനെ പതിയെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നും ഇങ്ങനെ വെള്ളം പതിയെ ഒഴുകി താഴോട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ പാറയിടുകൾക്കിടയിലൂടെ എയർലിഫ്റ്റ് ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. വീണ്ടും ആ ഓർമ്മകൾ നമ്മളെ അലോസരപ്പെടുത്തുകയാണ്. എവിടെയൊക്കെയോ ആയിരുന്നു നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ചേതനയേറ്റ് ദിവസങ്ങളോളം, ആഴ്ചകളോളം കിടന്നിരുന്നത്. ആ ഭീകരമായ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരമായ മറ്റൊരു കാഴ്ച കൂടിയാണിത്, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്പം വേദനയോടെയാണെങ്കിലും ഓർത്തു പോവുകയാണ്. മനോഹരമായ ഒരു സീനാണ് ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ടി പകർത്താനുള്ളത്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ്. കൽപ്പറ്റയിൽ നിന്നും 10-20 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ള ദൂരം. ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 500 പേർക്ക് മാത്രമാണ് ഇവിടത്തേക്കുള്ള പ്രവേശനമുള്ളത്. എത്ര മനോഹരമായിട്ട് അടുക്കി വെച്ചതാണ് ഈ കല്ലുകൾ. അഞ്ജനക്കല്ലുകൾ അടുക്കി മിനുക്കി അഖിലാണ്ട മണ്ഡല ശില്പി എന്നൊക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് തൽക്കാലം ഈ സീൻ പകർത്തുന്നത് വിരാമം വിടുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്നത് സുരേന്ദ്രൻ ബേത്തർപ്പാറ.